surgical nursing. So, നിങ്ങളുടെ international licensing exams ഒരു വരുന്ന കുറേയധികം questions വരുന്നത് surgical nursing ൽ നിന്നാണ്. So, നമുക്ക് ഇന്ന് perioperative nursing എന്താണെന്ന് പഠിക്കാം. Perioperative nursing എന്ന് പറയുന്നത് like nursing care provide ചെയ്യുന്നു during surgery, pre-surgery and post-surgery. Okay. So, perioperative care എന്ന് പറയുന്നത് is the care that is given before and after surgery. It takes place in the hospital and the surgical centers attached to hospital or freestanding surgical center or a healthcare provider's office. Okay, so the evada venengil namukku perioperative nursing kodukam mainly before surgery care and as well as after surgery care. And pre-operative nursing ennu parayunnathu the pre-operative phase is used to perform test attempt to limit pre-operational anxiety and may include in the pre-operative fasting. So, ഇതൊക്കെയാണ് pre-operatively ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം പെരിഓപ്പറേറ്റീവ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രീ നഴ്സിംഗ് കെയറും ഉണ്ട്, പോസ്റ്റ് നഴ്സിംഗ് കെയറും ഉണ്ട്. സോ പ്രീ നഴ്സിംഗ് കെയറിനകത്ത് അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് കെയറിൽ യൂഷ്വലി ടെസ്റ്റ് ആൻഡ് ആങ്സൈറ്റി, ഹൗ ഡു വി റെഡ്യൂസ് ആങ്സൈറ്റി ആൻഡ് വാട്ട് ആർ ദ ഇന്റർവെൻഷൻസ് കോമൺലി. സോ ഇന്റർവെൻഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് ഇൻട്രാ ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻട്രാ ഓപ്പറേറ്റീവ് പീരീഡ് ബിഗിൻ ചെയ്യുന്നത് വെൻ ദ പേഷ്യന്റ് ഇസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ഓപ്പറേഷൻ റൂം ടേബിൾ. എന്നിട്ട് തിരിച്ച് പോസ്റ്റ് അനസ്തീഷ്യ കെയർ യൂണിറ്റിലേക്ക് എത്തുന്ന ആ ഒരു പെർട്ടിക്കുലർ ടൈമിനെയാണ് ഇൻട്രാ ഓപ്പറേറ്റീവ് കെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രാ ഓപ്പറേറ്റീവ് പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. During this period, the patient is monitored, anesthetized, prepared, and draped, and operation is performed during this intra-operative period. So during intra-operative period, we normally provide care, and that particular care is considered as intra-operative care. Post-operative care, which begins after the transfer of a patient to the post anesthesia care unit and terminate with the resolution of the surgical sequelae. Okay, or it is quite common for the last of the period to end outside of the care of the surgical team. Okay. Okay, so ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. പോസ്റ്റ് കെയർ അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് വൺസ് ദ പേഷ്യന്റ് ഈസ് ഔട്ട് ഫ്രം ദ സർജറി. പേഷ്യന്റിനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് റിക്കവറി യൂണിറ്റിലേക്ക് മാറ്റുന്നത് തുടങ്ങി പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു ജസ്റ്റ് റിമെമ്പർ വാട്ട് ഇസ് പ്രീ ഓപ്പറേറ്റീവ് കെയർ phase and intraoperative phase and post-operative phase. ഈ ഓരോ ഫേസിലും നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് പെരി ഓപ്പറേറ്റീവ് കെയർ. ഓക്കെ, അഗെയിൻ ലേറ്റ് ആയിട്ട് വന്നവർക്ക് ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർജിക്കൽ നഴ്സിംഗിൽ പെരി ഓപ്പറേറ്റീവ് കെയർ ആണ്. പെരി ഓപ്പറേറ്റീവ് കെയർ വിച്ച് ഇൻക്ലൂഡ് പ്രീ ഓപ്പറേറ്റീവ് കെയർ ആസ് വെൽ ആസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആൻഡ് ഇൻട്രാ ഓപ്പറേറ്റീവ് നഴ്സിംഗ് ഇസ് ഓൾസോ ഇൻക്ലൂഡഡ് ദാറ്റ്. അപ്പോൾ പ്രീ ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫേസ് വേർ വി നോർമലി പ്രൊവൈഡ് കെയർ ബിഫോർ സർജറി ആൻഡ് ഡ്യൂറിങ് ഇൻട്രാ ഓപ്പറേറ്റീവ് കെയർ, അതായത് ഒ ടിയിൽ എത്തിയതിനു ശേഷം നമ്മൾ എന്തൊക്കെ കെയർ ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത്, ദാറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻട്രാ ഓപ്പറേറ്റീവ് കെയർ. ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ വൺസ് ദ പേഷ്യന്റ് ഇസ് ഔട്ട് ഫ്രം ദ ഒ ടി, അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി യൂണിറ്റ് തുടങ്ങിയിട്ട് നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ കെയറിന് അല്ലെങ്കിൽ ആ ഒരു ഫേസ് ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സർജിക്കൽ റിസ്ക്. ഈ ഒരു പോയിന്റ് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഈ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സർജിക്കൽ റിസ്കിലേക്ക് ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പേഷ്യൻസിനാണ് പോസ്റ്റ് സർജറി ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പോസ്റ്റ് സർജറി ഒരു റിസ്ക് വരാനുള്ള ടെൻഡൻസി ഏതൊക്കെ പേഷ്യൻസിനാണെന്നാണ് ഓർത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ഫാക്ടർ ഇസ് ഏജ്. വെരി യങ് ആൻഡ് എൽഡർലി ആർ അറ്റ് റിസ്ക്. ഒത്തിരി കുഞ്ഞു പിള്ളേർക്കും അതുപോലെ തന്നെ ഓൾഡ് ഏജിനും ഇവർക്കാണ് റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഒന്ന് അതിന്റെ ബേസിക് റീസൺ ലോ ഇമ്മ്യൂണിറ്റി and compensation, നമ്മളുടെ ബോഡിയുടെ compensation like cardiac compensation, pulmonary compensation. So all of those compensatory things ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഏജ്, എക്സ്ട്രീം, ലോ ആൻഡ് ഹൈ രണ്ടും കൺസിഡർ ചെയ്യുന്നത്. ന്യൂട്രീഷൻ, മാൽന്യൂട്രീഷൻ ആൻഡ് ഒബേസിറ്റി ഇത് രണ്ടും കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ആവുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ബട്ട് യു ഹാവ് ടു ജസ്റ്റ് റിമെമ്പർ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സർജിക്കൽ റിസ്കിലേക്ക്. ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ വളരെ ഏർലി ഏജിലുള്ള ഒരു കുഞ്ഞ്. ഓക്കെ, സോ ഈ രണ്ടും കോംപ്ലിക്കേഷൻ ആണ്. ആൻഡ് പ്ലസ് മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനും
സർജറി ചെയ്താൽ wound healing improper ആവും. അതേപോലെ തന്നെ ഒബേസിറ്റി ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ again ഒബേസിറ്റിയിൽ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഈവൻ ബ്ലഡ് വെസൽസിന്റെ നോർമൽ ബ്ലഡ് ഫ്ലോ ചേഞ്ചസ് വരാം, wound ഹീലിംഗിന് അഫക്ഷൻ ഉണ്ടാവാം, ഈവൻ ദ പേഷ്യന്റിന്റെ എബിലിറ്റി ടു വാക്ക് ആൻഡ് ഇമ്മീഡിയറ്റ് ഓർ ഏർലി ആംബുലേഷൻ ഗെറ്റ് alters as a result of obesity. അപ്പൊ ഇതൊക്കെ ഫാക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ മാൽനറിഷനും പ്രോബ്ലം ആണ്, ഒബേസിറ്റിയും ഒരു പ്രോബ്ലം. ഒബേസിറ്റി കാരണം കുറേയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ നമുക്ക് വരുന്ന വഴിയെ പഠിക്കാം. ഇവിടെ നിങ്ങൾ ന്യൂട്രീഷനിൽ 2 പോയിന്റ് ഓർത്തിരിക്കുക, മാൽന്യൂട്രീഷൻ ആൻഡ് ഒബേസിറ്റി. ആൻഡ് ജനറൽ ഹെൽത്ത് സ്റ്റേറ്റസ്, ഇൻഫെക്ഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ്, പൾമണറി പ്രോബ്ലം, ലിവർ ഡിസ്ഫങ്ഷൻ, റീനൽ ഇൻസഫിഷ്യൻസി, മെറ്റബോളിക് ഡിസോർഡേഴ്സ്. ഒന്നുകൂടെ ഓർത്തിരിക്കേണ്ടത്, ജനറൽ ഹെൽത്തില് നോർമലി സർജിക്കൽ റിസ്കിലേക്ക് ലീഡ് ചെയ്യുന്നത് ഒന്ന് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഏതും ആവാം, ഹൈപ്പർ ടെൻഷൻ ആവാം, coronary artery disease ആവാം, anything, peripheral vascular disease. Then pulmonary disorder, anemia, all other pulmonary disease, direct pulmonary disease, ഇതെല്ലാം during surgery, even after surgery, രണ്ടിലും complications ഉണ്ടാവുന്നുണ്ട്. Renal insufficiency, that means kidney abnormalities, and metabolic disorders like diabetes ആവാം, other metabolic disorders, phenylketonuria, കുറേയധികം metabolic disorders ഉണ്ട്. So all of those conditions may end up with general health status. Okay, sorry, അതൊക്കെയാണ് general health statusൽ വരുന്നത്. അടുത്ത again risk factor ആണ് medications. Okay, so ഒരു patient anticoagulant യൂസ് ചെയ്യുന്ന patient ആണെങ്കിൽ there will be chances to get bleeding. So that is the reason why we need to stop anticoagulant medications before surgery. That means minimum 5 to 7 days before surgery you need to stop anticoagulant medications ന്റെ പേര് നിങ്ങൾക്കറിയാം, അതൊക്കെ ഓർത്തിരിക്കുക. So our entire medications need to be restricted, like 5 to 7 days before surgery you need to just avoid that or stop that. Why? Because during surgery there will be chances to get bleeding. So in order to prevent such complications, anticoagulant നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അപ്പം സർജിക്കൽ റിസ്കിലേക്ക് ലീഡ് ആവുന്ന certain medications ആണ് പറയുന്നത്. And tranquilizers and main other ഈ മെഡിസിൻ causes hypertension and potential shockലേക്ക് ലീഡ് ചെയ്യുക. And antibiotics, even antibioticsൽ എല്ലാ antibioticsഉം ഇല്ല, but there are certain antibiotics that cause neuromuscular blockage. Okay, അത് അതായത് അനസ്തീഷ്യ കൊടുക്കുമ്പം അനസ്തീഷ്യയുടെ ആക്ഷന് ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻ ആണ് aminoglycosides. Okay, and diuretics mainly Lasix, and there are other medications, diuretics also. അപ്പൊ ഈ diuretics കൊടുക്കുമ്പം commonly it causes hypokalemia, and plus പെട്ടെന്ന് തന്നെ ഫ്ലൂയിഡ് റെഡ്യൂസ്ഡ് ആയിട്ട് ഹൈപ്പോടെൻഷനിലേക്ക് ലീഡ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. സർജറിയുടെ ടൈമിൽ ബ്ലീഡിങ് കാരണം ഹൈപ്പോടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. Plus the patient will be on NPO, so proper ആയിട്ടുള്ള ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ആ ഒരു പോയിന്റിൽ കിട്ടാതെ വരുമ്പം അതും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിലേക്ക് ലീഡ് ചെയ്യാം. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ഡയോറിറ്റിക്സ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം. ഓക്കെ, സോ ഈവൻ ഡയോറിറ്റിക്സ് നീഡ് ഓൾസോ ടു ബി അവോയ്ഡഡ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന മെഡിക്കേഷൻസ് ഒക്കെ സർജിക്കൽ റിസ്കിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി? യു ഹാവ് ടു സ്റ്റോപ്പ് ഓൾ ഓഫ് ദിസ് മെഡിക്കേഷൻസ്. ക്ലിയർ? And antihypertensive medications causes hypotension. അല്ലെ, ഹൈപ്പർടെൻഷന് കുറഞ്ഞ് ഹൈപ്പർടെൻഷൻ ആവും. അപ്പൊ സർജറിയുടെ ടൈമിലും ഹൈപ്പർടെൻഷൻ തന്നെയാണ് ഉണ്ടാവുന്നത്. സോ again before surgery you need to avoid antihypertensive medications. That is depend upon the BP. If BP is too high, again you have to administer this medicine. അപ്പം എപ്പോഴും antihypertensive medicationന്റെ ലൈക്ക് അത് പ്രൊവൈഡ് ചെയ്തത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഡിമാൻഡ്. പേഷ്യന്റിന്റെ ലൈക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പേഷ്യന്റിന്റെ ബി പി എങ്ങനെയാണ്. യൂഷ്വലി before surgery, as a result of anxiety, the BP will be high. So how do we administer this medicine? You need to just monitor BP, and if BP is high, then administer, otherwise just stop it. And long-term steroid therapy causes adrenal insufficiency. That means steroid medications ഏതെങ്കിലും long-term ആയിട്ട് എടുക്കുന്ന patients ആണെങ്കിൽ, there are many situations where the patient has been taking medications like steroids. Even continuous use of steroid therapy always causes adrenocortical suppression, അല്ലെങ്കിൽ adrenal gland suppression, and that may alters the normal metabolic rate of the body. So ചിലപ്പം steroids കൊടുക്കേണ്ടതായിട്ട് വരും. ചില സർജറിക്ക് മുമ്പൊക്കെ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഒരു ഡോസ് ഓഫ് steroids അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, ഡെക്സോണ, ഹൈഡ്രോകോർട്ടിസോൺ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ advise ചെയ്യാറുണ്ട്. അതിന്റെ ബേസിക് റീസൺ, ദിസ് പെർട്ടിക്കുലർ സ്റ്റീറോയിഡ്സ് ആർ നെസസറി ഫോർ മെയിൻറ്റെയിനിങ് നോർമൽ മെറ്റബോളിസം. നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് ബാലൻസ് ചെയ്യുന്നത്
steroids ആണ്. അപ്പം adrenal suppression ഉള്ള ഒരു patient ആണെങ്കിൽ, അല്ലെങ്കിൽ in case of old age, we suspect that the adrenal gland is not much good enough to produce corticosteroids. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ usually we administer steroids. അത് എന്തിനു വേണ്ടിയാണ്? wound healing proper ആവാൻ വേണ്ടിയിട്ടാണ്. സ്റ്റീറോയിഡ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പം രണ്ട് എക്സ്ട്രീം പോയിന്റ്സ് ഉണ്ട്. ആ രണ്ട് എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത്, ഹൈ ഡോസ് ഓഫ് സ്റ്റീറോയിഡ്സ് ഓൾവേസ് സപ്രസ് ദ ഇമ്മ്യൂണിറ്റി, ഈവൻ ദാറ്റ് സപ്രസ് adrenal cortex അല്ലെങ്കിൽ adrenal gland suppression ഉണ്ടാവും. And small amount of this medicine always enhances anti-inflammatory functions. അപ്പൊ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സസീവ് ആയിട്ട് മെഡിസിൻ എടുത്താൽ അത് മൈലോ സപ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഫൈൻ. So these medications will cause this. See, ഞാൻ ഈ പറയുന്ന rationalization is important because നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തെറ്റിപ്പോൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ rationalizations പറയുന്നത്. So you have to just make a note and plus ഈ മെഡിസിൻസ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും പഠിച്ചു വെക്കുക. എന്തുകൊണ്ടാണ് ഈ മെഡിസിൻ അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ ഈ rationalization ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിന്റെ ബേസിക് റീസൺ. ഇപ്പൊ ഒരു പേഷ്യന്റ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ സർജറി and patient has been taking any of one of this medicine. So before surgery നിങ്ങൾക്ക് ഒരു ഓർഡർ വന്നിരിക്കുകയാണ്, medicine need to be stopped. അപ്പോൾ നിങ്ങൾ പേഷ്യന്റിനോട് പറയണം, see, this medicine should not be taken for 2 more days or 3 more days, whatever. അങ്ങനെ പറഞ്ഞാൽ പേഷ്യന്റ് യൂഷ്വലി നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് എടുക്കുന്ന മെഡിസിൻ ആണ്, സോ എന്തിനാണ് ഞാൻ ഈ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്നത്? സോ വാട്ട് ഇസ് എ പ്രോപ്പർ റെസ്പോൺസ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ബൈ ദ നഴ്സ്? സോ അവിടെ 4 ഓപ്ഷൻസ് കാണും. ആ 4 ഓപ്ഷനിൽ യു ഹാവ് ടു സെലക്ട് ദ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. ദാറ്റ് മീൻസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പൊ തെറ്റിപ്പോരുത്. അതുകൊണ്ട് rationalization, it is very important. Other factors like type of surgery, like minor surgery or major surgery. Minor surgery the risk will be less, and major surgery there will be high risk. And psychological status of the body, that means always if patient is anxious or patient is not cooperative to the surgery, or even after the care and before surgery the patient is not cooperative enough, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് സർജിക്കൽ റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, and you have educated the patient at the time of first visit itself. You told him that you need to control your diet and you have to continue proper amount of insulin in order to control the blood sugar level so that the surgical risk can be prevented. ഓക്കെ, പക്ഷെ പേഷ്യന്റിന് അതൊന്നും പറയാനോ കേൾക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അയാൾ നോർമൽ ആയിട്ട് അയാൾ ചെയ്യുന്ന പോലെ മധുരമൊക്കെ കഴിച്ചു, ഇൻസുലിൻ പ്രോപ്പർ ആയിട്ട് എടുത്തില്ല. ഓൺ ദ ഡേ ഓഫ് സർജറി അല്ലെങ്കിൽ ഓൺ ദ അഡ്മിഷൻ ഡേ ഷുഗർ അഗെയിൻ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കേസിൽ സർജറി ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ സപ്പോസ് സർജറി ചെയ്തെന്നിരിക്കട്ടെ, വൂണ്ട് ഹീലിംഗ് അഗെയിൻ ഭയങ്കരമായിട്ട് ഡിലേ ആവും. ഓക്കെ, അപ്പൊ അതും സർജിക്കൽ റിസ്കിലേക്ക് ലീഡ് ആവാം. ഈവൻ ആഫ്റ്റർ സർജറി ഇഫ് പേഷ്യന്റ് ഇസ് നോട്ട് വില്ലിംഗ് ടു മെയിൻറ്റെയിൻ ദ നോർമൽ guidelines, again that could also end up with a surgical risk. If patient is obese ആയിട്ടുള്ള പേഷ്യൻസിന് കുറേയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇഫ് പേഷ്യന്റ് ഇസ് നോട്ട് വില്ലിംഗ് ടു ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്, ഫോർ എക്സാമ്പിൾ patient is obese and patient is posted for surgery, herniorrhaphy or lower abdominal surgery or something like that, അങ്ങനെയാണെങ്കിൽ there will be chances to get a wound dehiscence or wound evisceration. That means wound gapping എന്താന്നൊക്കെ പറയാം. wound gapping ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ നമ്മൾ നോർമലി പറഞ്ഞു കൊടുക്കും പേഷ്യന്റിനോട്, സി ബെറ്റർ അവോയ്ഡ് ഓർ റെഡ്യൂസ് ദ വെയിറ്റ്. സോ വെയിറ്റ് ബിഫോർ സർജറി പേഷ്യന്റ് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഷീ ഹാസ് ടു വർക്ക് മോർ. അപ്പൊ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരു ശരിക്കും നല്ല സ്ട്രഗിൾഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, വണ്ണമുള്ളവർക്ക് അറിയാം വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ആണെന്ന്. സോ ആ സ്ട്രഗിൾ ലൈക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സർജിക്കൽ റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ആർ അഫക്റ്റിംഗ് സർജിക്കൽ റിസ്ക്. അപ്പൊ ഒരു സർജറിയിൽ അഫക്റ്റ് ആവുന്ന സർജിക്കൽ റിസ്ക് ആണ് ഏജ്, ന്യൂട്രീഷൻ, general health status, there are certain medications, and type of surgery and psychological status of the client.